ഹൈ ഓൾ, വെൽക്കം ടു സിംപ്ലി ഫിൽമി. അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അഖിൽ അനിൽകുമാർ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള തലവര എന്ന് പറയുന്ന സിനിമയെ പറ്റിയാണ്. സിനിമ ഇന്നലെയാണ് റിലീസായത്. എനിക്ക് ഇന്നാണ് സിനിമ കാണാൻ സാധിച്ചത്. ആം, ഈ സിനിമയെ പറ്റി എങ്ങനെ ഉണ്ടായിരുന്നു എന്നോട് ചോദിച്ചാൽ എനിക്ക് ഈ സിനിമ അത്യാവശ്യം വർക്കായിട്ടുള്ള സിനിമയാണ്. ആം, കാരണം ബേസിക്കലി സിനിമ ഒരു 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 മോട്ടിവേഷണൽ കൈൻഡ് ഓഫ് എ മൂവിയാണ്. അണ്ടർഡോഗ് ആയിട്ടുള്ള നായകൻ അവൻ എങ്ങനെ അവൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ബേസിക്കലി ഈ സിനിമയുടെ ഒരു പ്ലോട്ട്. ഇങ്ങനത്തെ സിനിമ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാകും. ഇങ്ങനത്തെ സിനിമകൾ നമുക്ക് ഇഷ്ടമാണ്. കാരണം എപ്പോഴും താഴെ എന്താ പറയുക, ഒരു തന്നെ ഒരു അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് നാട്ടുകാർ പറയുന്ന സാധനം ഒരാൾ അയാളുടെ കഷ്ടപ്പാടിലൂടെ അച്ചീവ് ചെയ്യുന്ന സ്റ്റോറീസ് എപ്പോഴും നമുക്കൊരു ഹരമാണ് കണ്ടിരിക്കുക. നമുക്ക് ആ ഒരു ത്രില്ല് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യും ഇങ്ങനത്തെ സിനിമകൾ കാണുമ്പോൾ. അതുകൊണ്ട് തന്നെ ഈ സിനിമ എനിക്ക് അത്യാവശ്യം തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമ തന്നെയായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് അത്യാവശ്യം വർക്കായിട്ടുള്ള സിനിമയായിരുന്നു. ആൻഡ് ഈ സിനിമയുടെ മെയിൻ ആയിട്ടുള്ള ഈ സിനിമയുടെ കാസ്റ്റിനെ പറ്റി നമുക്ക് ആദ്യം തന്നെ സംസാരിക്കാം. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സിനിമയുടെ മെയിൻ ക്യാരക്ടറായിട്ടുള്ളത് അർജുൻ അശോകനും അതുപോലെ തന്നെ രേവതി ശർമ്മയും കൂടിയാണ്. അവരാണ് ഈ സിനിമയുടെ മെയിൻ എന്താ പറയുക ലീഡ് റോൾസ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അർജുൻ അശോകൻ ഈ സിനിമയിൽ ജ്യോതിഷ് അങ്ങനെ സംതിങ് അങ്ങനത്തെ ഒരു പേരാണ്, ഒരു ക്യാരക്ടറാണ് അർജുൻ അശോകൻ ഈ സിനിമയിൽ വന്നിരിക്കുന്നത്. ആൻഡ് ആളുടെ ഒരു ക്യാരക്ടറിന് കുറച്ച് പ്രത്യേകതകളുണ്ട് ഈ സിനിമയിൽ. അതിലോട്ട് നമുക്ക് വരാം. പിന്നെ ഇതിൽ ഫീമെയിൽ ലീഡായിട്ട് ചെയ്തിരിക്കുന്ന രേവതി ശർമ്മ എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ്. ആളുടെ പ്രീവിയസ് ഫിലിംസ് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ സിനിമയിൽ ഈ ഒരു ക്യാരക്ടറായിട്ട് ഭയങ്കര നല്ല പെർഫോമൻസ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ നമുക്ക് കുറ്റമൊന്നും പറയാനില്ലാത്ത ഒരു നല്ല പെർഫോമൻസ്. എനിക്ക് അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി ആണെങ്കിലും അവരുടെ ആ ഒരു പ്രണയമാണെങ്കിലും എല്ലാം എനിക്ക് അത്യാവശ്യം നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു ആളുടെ പെർഫോമൻസ്. ഭയങ്കര ഒരു ബോൾഡ് ആവേണ്ട സ്ഥലത്ത് ഭയങ്കര ബോൾഡാണ്. എന്നാൽ നായകനെ നായകനെ മോട്ടിവേറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന, നായകൻ്റെ കൂടെ നിൽക്കുന്ന അങ്ങനത്തെ ഒരു നല്ലൊരു ക്യാരക്ടറായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഈ ക്യാരക്ടർ. ആൻഡ് അത് ആ ഒരു ആർട്ടിസ്റ്റ്, ഐ മീൻ രേവതി ശർമ്മ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. നമുക്കത് ഭയങ്കരമായിട്ട് ഇവർ തമ്മിലുള്ള റിലേഷനും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇങ്ങനത്തെ ഒരാൾ നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ കാണാം. നമ്മളെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫ്രണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. നല്ലൊരു ക്യാരക്ടറായിരുന്നു ആ ക്യാരക്ടർ. പിന്നെ ഈ സിനിമയിൽ മെയിനായിട്ട് പറയാനുള്ള സൈജു ചേട്ടനുണ്ട്. നമ്മുടെ പാലക്കാട് സ്ഥിരം സാന്നിധ്യമാണ്. പാലക്കാട് സിനിമകൾ കാണാറുണ്ട്. ഈ സിനിമ ബേസിക്കലി നടക്കുന്നത് പാലക്കാട് എന്നുള്ളൊരു സ്ഥലത്താണ്. തമിഴ് ഒരു ടച്ചും കൂടെ ഉള്ളൊരു സ്ഥലത്താണ് ഈ സിനിമ സംഭവിക്കുന്നത്. പിന്നെ പറയാനുള്ള ആൾക്കാർ വിഷ്ണു രഘു ഉണ്ട്, മനോജ് മോസസ് ഉണ്ട്, അശോകൻ ഉണ്ട്, അഭിറാമുണ്ട്, ശരത് സഭയുണ്ട്. അത്ര ആർട്ടിസ്റ്റുകളൊക്കെയാണ് സിനിമയിൽ. നമുക്ക് നോൺ ഫേസസ് എന്ന് പറയാനുള്ള ആൾക്കാർ. പിന്നെ ഈ സിനിമയിൽ നമ്മുടെ മെയ്യഴകനിലൊക്കെ അഭിനയിച്ചിരിക്കുന്ന മെയ്യഴകൻ 96-ലൊക്കെ അഭിനയിച്ചിരിക്കുന്ന തൃശ്ശയുടെ ഫ്രണ്ടായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഒരു ലേഡി ഉണ്ടല്ലോ, ആ ലേഡി ഈ സിനിമയിലുണ്ട്. അർജുൻ അശോകൻ്റെ അമ്മയാണ്. ആളുടെ പെർഫോമൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു. ബട്ട് ആളുടെ ഡബ്ബിങ് കുറച്ച് മോശമായിരുന്നു. കുറച്ച് മോശം എന്ന് പറഞ്ഞാൽ ഒരു സിങ്ക് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തു ആളുടെ പെർഫോമൻസ്. ആളുടെ പെർഫോമൻസ് കൊണ്ട് ആൾ അടിപൊളിയായിരുന്നു. സിനിമയിൽ ഭയങ്കര നല്ല നല്ല കുറച്ച് മൊമെന്റ്സ് ഉണ്ട് ആൾ പെർഫോം ചെയ്തേക്കുന്നത്. പക്ഷേ ഡബ്ബിങ് അതിനോടൊത്ത് കിടപിടിച്ച് വന്നില്ല നമ്മൾ പറയില്ലേ, അങ്ങനെ. പിന്നെ ഇതിലെന്താ അശോകനുണ്ട്. അശോകൻ ബേസിക്കലി ഒരു കൂൾ ഡാഡാണ്. ബേസിക്കലി ഒരു സിനിമ പ്രാന്തനാണ്. ദുബായിൽ ജോലിയൊക്കെ വിട്ട് നാട്ടിൽ വന്ന് സിനിമ ട്രൈ ഒക്കെ ചെയ്ത് ഫെയിലൊക്കെ ആയി വീട്ടിൽ ചുമ്മാ ചില്ല് ചെയ്തിരിക്കുന്ന മനുഷ്യനാണ്. രാവിലെ പാവം മറ്റേ ഹരിതസേനയുടെ കൂടെ വേസ്റ്റ് പറക്കാൻ പോകുന്ന വൈഫിൻ്റെ അടുത്ത് 150 രൂപ സിനിമയ്ക്കൊക്കെ കടമൊക്കെ ചോദിക്കുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടർ. പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പക്ഷെ അതിനെ അശോകൻ അത്യാവശ്യം നല്ലപോലെ അത് കൺവിൻസ് ചെയ്ത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, എനിക്ക് ചില സമയത്ത് തോന്നി ഇയാൾ എന്ത് തന്നെയാന്ന് തോന്നി. കാരണം മോള് മിസ്സായി എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇയാൾ വെറുതെ കടയിൽ പോയിരുന്ന് മറ്റേ കമലഹാസന്റെ സിനിമ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ഡാഡി. ബേസിക്കലി കൂൾ ഡാഡി ആയിരിക്കണം ഉദ്ദേശിക്കുന്നത്. പക്ഷെ കൊള്ളായിരുന്നു. നല്ലൊരു രസമുള്ള പെർഫോമൻസ് ആയിരുന്നു. നല്ലൊരു ഹ്യൂമർ എന്താ പറയുക, ഒരു ബിൽഡ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ഒരു ഹ്യൂമർ വർക്ക് ചെയ്തേക്കുന്ന അശോകന്റെ ആ ഒരു ക്യാരക്ടറിലൂടെയാണ്. പിന്നെ മെയിനായിട്ട് പറയാനുള്ള ക്യാരക്ടേഴ്സ് വിഷ്ണു രഘു കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്. പിന്നെ അതുപോലെ മനോജ് മോസസ്. ഇവർ രണ്ടുപേരും നമ്മുടെ അർജുൻ അശോകന്റെ ഫ്രണ്ട്സ് ആയിട്ട് കൂടെയുള്ള ക്യാരക്ടേഴ്സാണ്. അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് കണ്ടിരിക്കുന്ന പ്രേക്ഷകന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ഫ്രണ്ട്ഷിപ്പിനിടയ്ക്ക് തല്ലുകളുണ്ടാവും. ഇത് ഇപ്പം ഇവർ തമ്മിൽ തല്ലുകളുണ്ടാവും. പക്ഷേ പുറത്തുനിന്ന് ആൾ വന്ന് നമ്മുടെ ടീമിലുള്ള ആൾ തല്ലി കഴിഞ്ഞാൽ അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കില്ല എന്നുള്ള പോലത്തെ ഒരു ആറ്റിറ്റ്യൂഡുള്ള അങ്ങനത്തെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഉണ്ട് ആക്ച്വലി. എനിക്ക് അത് കണ്ടപ്പോൾ ആക്ച്വലി ഭയങ്കര എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഇവരുടെ സ്ക്രീനിൽ ഒരുപാട് അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള കുറേ അങ്ങനത്തെ മൊമെന്റ്സ് ഒന്നും ഈ സിനിമയിൽ ആക്ച്വലി ഇല്ല. പക്ഷെ സ്റ്റിൽ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ആ സിനിമയുടെ ഒരു എഴുത്തിൻ്റെ ഗുണം കൊണ്ടാണത്. പിന്നെ ഈ സിനിമയുടെ മെയിനായിട്ട് എന്താ പറയുക, സിനിമയുടെ എഴുത്തിനെ പറ്റി നമുക്ക് സംസാരിക്കാം.
ആം, ഞാൻ പറഞ്ഞതുപോലെ ഒ- വന്നിട്ടുള്ള പ്ലോട്ടാണിത് ബേസിക്കലി. അതായത് ഒരു എന്താ പറയുക, ഒരു ആസ് എ കോർ നമ്മൾ പറയുവാണെങ്കിൽ എന്താ പറയുക, മുഖത്ത് കുറച്ച് മാർക്കിങ്സ് ഉള്ള, നമ്മുടെ ലോക്കൽ നമ്മളെ ഭാഷയിൽ നമ്മൾ പാണ്ട് വന്നു എന്നൊക്കെ പറയും. മുഖത്തിങ്ങനെ പാടുകളുള്ള ഒരാൾ സംബന്ധിച്ച് അയാൾക്ക് സിനിമയാണ് അയാളുടെ അൾട്ടിമേറ്റ് എയിം. അയാൾക്ക് സിനിമ കയറണമെന്നാണ് അയാളുടെ ആഗ്രഹം. പക്ഷെ അയാൾക്കുടെ കുറേ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. അതായത് എന്നെപ്പോലുള്ള ഒരാളെ എടുക്കുവോ, ഞാൻ സിനിമ കയറിയിട്ട് എന്ത് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഈ ക്യാമറ കാണുമ്പോൾ എനിക്ക് അഭിനയം വരില്ല, അങ്ങനത്തെ കുറേ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് ഇയാൾക്ക്. എൻ്റെ ഫേസ് സിനിമയ്ക്ക് ചേർന്നതല്ല, അങ്ങനത്തെ കുറേ ഇൻസെക്യൂരിറ്റീസ് ഉള്ള ഒരാൾ എന്താ പറയുക, അങ്ങനെ ഒരാൾ സിനിമയിലോട്ട് വരുന്നു. സിനിമയിലോട്ട് വരുന്ന ആ ട്രൈ ചെയ്യുന്നു. ആ ആ ഈ ഒരു 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 ഫേസിലുള്ള ആ ഒരു ഫിസിക്കൽ കണ്ടീഷൻ കാരണം ഇയാളുടെ ജീവിതത്തിലും ഇയാൾ സിനിമയിലോട്ട് കയറാൻ നോക്കുന്ന ആ ഒരു ഇയാളുടെ ഒരു ജേണി ഉണ്ട്. അതിലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ബേസിക്കലി ഈ സിനിമ. ഇതാണ് ഈ സിനിമയുടെ കോർ. ഇതാണ് ഈ സിനിമ പറയുന്നത്. ആം, എനിക്കിതിൻ്റെ എഴുത്തിൽ ആക്ച്വലി നായകൻ്റെ ഓരോ എലിവേഷനും നായകൻ്റെ ഓരോ വിജയവും നമുക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ നടക്കുമ്പോൾ. അതത്രയും നന്നായിട്ട് നമ്മൾ ആ ക്യാരക്ടറിനെ എന്താ പറയുക, നല്ല രീതിയിൽ ആ ക്യാരക്ടർ നമുക്ക് അനുഭവപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടാണ്. അതിൽ അർജുൻ അശോകൻ്റെ പെർഫോമൻസ് വളരെ നന്നായിട്ട് എടുത്തു പറയണം. ഭയങ്കര ഭയങ്കര ബിലീവബിൾ ആയിരുന്നു ആ ക്യാരക്ടറായിട്ട്. ആളുടെ ഇമ്പ്രൂവ്മെൻറ്റ് ഭയങ്കര അടിപൊളിയാണ്. കാരണം അർജുൻ അശോകൻ പണ്ട് വന്നിട്ടുള്ളതും പിന്നെ ആളുടെ ഒരു ഇക്കാലം കഴിയുന്നവർ അയാളുടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റും ആസ് ആൻ ആക്ടർ, ആസ് എ സ്റ്റാർ അയാളുടെ ആ ഒരു ഉയർച്ചയും അഭിനന്ദനാർഹമാണ് എന്ന് പറഞ്ഞ്. എക്സെപ്റ്റ് ബ്രോമാൻസ്. ബ്രോമാൻസിൽ ആളുടെ പെർഫോമൻസ് എനിക്ക് തീരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അല്ലാതെ ഇപ്പം ലാസ്റ്റ് വന്ന നമ്മുടെ സുമതി വളവിലായിരുന്നെങ്കിൽ ആളുടെ പെർഫോമൻസ് നല്ലതായിരുന്നു. സിനിമ പേഴ്സണലി എനിക്ക് വർക്കായിട്ടില്ല, പക്ഷെ ആളുടെ പെർഫോമൻസ് മോശമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആളുടെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. ഉം. ഉം. പിന്നെ ഇപ്പം എന്താ പറയുക, പിന്നെ സിനിമയുടെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സ്റ്റേജിലേക്ക് ഒരിക്കലും എത്താൻ കഴിയില്ല എന്ന് നാട്ടുകാർ പറയുന്ന ഒരാൾ, അയാൾ അയാളുടെ കഷ്ടപ്പാടിലൂടെ ആ സ്റ്റേജിലേക്ക് എത്തുന്നു. അതാണ് ബേസിക്കലി ഈ സിനിമയുടെ ഒരു കോറ്. അപ്പം ഞാൻ ഇതിൽ ആദ്യം പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതായത് നാട്ടുകാർ ഇയാളെ പുച്ഛിക്കുന്ന, അല്ലെങ്കിൽ നാട്ടുകാർ ഇയാളെ അപമാനിക്കുന്ന, ഇയാൾക്ക് വരുന്ന പെയിൻ, ഇയാൾക്ക് വരുന്ന റിജക്ഷൻസ്, ആൻഡ് ഇയാൾക്ക് വരുന്ന ഫിസിക് മെൻ്റലി ഇയാൾക്ക് വരുന്ന ട്രോമ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ സിനിമ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഭയങ്കര ഓവർ ഡൂയിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ചില സ്ഥലങ്ങളിൽ. കാരണം നായകനെ ആർക്കും വന്നെടുത്ത് കൊട്ടാമെന്ന് പറയുന്ന ഒരു ചെണ്ടയായിട്ട് ചിത്രീകരിച്ചോ എന്നെനിക്കൊരു സംശയമുണ്ട്. കാരണം കുറേ സീനുകൾ ഇത് തന്നെ സംഭവിക്കുന്നുണ്ട്. കാരണം ഈ ഒരു സീനിൽ നായകൻ ഈ രീതിയിൽ അപമാനിക്കുന്നു, അടുത്ത സീനിൽ സ്വന്തം അമ്മയും അച്ഛനും തന്നെ അപമാനിക്കുന്നു, അടുത്ത സീനിൽ വേറൊരു ടീം വന്ന് അപമാനിക്കുന്നു. അങ്ങനെ 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 കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അപമാനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നായക കഥാപാത്രം. ബേസിക്കലി അത് അങ്ങനെ വർക്കൗട്ട് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ അണ്ടർഡോഗ് ആയിട്ട് കിടക്കുന്ന ഒരാൾ ഉയർന്നു വരുമ്പോഴാണ് നമുക്ക് കണ്ടിരിക്കുന്ന ഓഡിയൻസിന് ആ ഒരു എനർജി, അല്ലെങ്കിൽ ആ ഒരു പഞ്ച്, അല്ലെങ്കിൽ ആ ഒരു മോട്ടിവേഷൻ നമുക്ക് ഫീൽ ചെയ്യുക. അതിനു വേണ്ടിയാണ് ആക്ച്വലി ഇതിൽ ചെയ്യുന്നത്. പക്ഷേ അത് ഭയങ്കര ഓവർ ഡൂയിങ് ആയി പോയ പോലെ ഈ സിറ്റുവേഷനിലാണ് ഞാൻ നമ്മുടെ സുദീപാത്മയ്ക്ക് തന്നെ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനെനിക്ക് ഇതിന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനെനിക്ക് നായകൻ്റെ അടുത്തൊരു ഉയർന്ന എന്ന് വെച്ചാൽ നായകൻ അവസാനം ആ ഒരു സ്റ്റേജിലെത്തി, ആ ഒരു എന്താ പറയുക, ഒരു നായകൻ്റെ ആ ഒരു സ്റ്റേജിലെത്തി അയാളെ പ്രസംഗിക്കുന്ന, അല്ലെങ്കിൽ ആ സമയത്ത് വരെ നമുക്ക് എന്താ പറയുക, നമുക്കത് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്തിരുന്നു. ഈ സിനിമയിലേക്ക് വരുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. നായകൻ്റെ തീർച്ചയായും നമുക്ക് സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്, നമുക്കൊരു ഒരു 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 പോസിറ്റീവ് വൈബ് കിട്ടുന്നുണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ട് നായകനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എന്താ പറയുക അടിച്ചു താത്തിക്കൊണ്ടിരിക്കുന്ന പോലത്തെ ഒരു ഫീല്, അത് ഒരുപാട് ഭയങ്കരമായിട്ട് ഓവർ ഡൂ ആയി പോയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്ട്രിക്ട്ലി എൻ്റെ മാത്രം പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങൾക്ക് ഇതെങ്ങനെ ആവണം നിർബന്ധമില്ല. അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഞാനിപ്പോൾ ഈ പറയുന്ന നായകനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അപമാനിക്കുന്ന ടൈപ്പ് കുറേ സീനുകളുണ്ട് ഈ സിനിമയിൽ. പക്ഷേ ബേസിക്കലി നായകനെ ഒരു 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 നായകനെ പിന്നെയും 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 മെൻ്റലി ബ്രേക്ക് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന പല പല സീനുകളുണ്ട്. ഈ സീനുകളൊക്കെ, ചില സീനുകൾ ഇതിൽ ഭയങ്കര കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇത് ഭയങ്കര ഓവർ ഡൂയിങ് ആകുമ്പം ഇത് തന്നെയുള്ളോ, അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരാൾക്ക് വരുമോ എന്നുള്ള കേസ് എനിക്ക് ഫീൽ ചെയ്ത. ഇതിങ്ങനെ ഒരാൾക്ക് കണ്ടിന്യൂസ്ലി ഇങ്ങനെ അപമാനങ്ങൾ മാത്രം ഏറ്റുവാങ്ങാൻ വേണ്ടി ഒരു ക്യാരക്ടർ, എനിക്ക് എത്ര ബേബി ഇങ്ങനെ ഉണ്ടാവാം, ഇങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷേ എനിക്കത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കണ്ട സമയത്ത് എനിക്ക്
ലാസ്റ്റത്തെ എലവേഷന് വേണ്ടി മനഃപൂർവ്വം ഇങ്ങനെ വല്ലാണ്ട് അടിച്ചു താഴ്ത്തുന്നതാണോ എന്നെനിക്കൊരു സംശയം ഫീൽ ചെയ്തു. അത് മാത്രമേ എനിക്ക് സിനിമയിൽ ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തുള്ളൂ. അത് ഈ സിനിമ കാണാതിരിക്കാനുള്ള ഒരു അഭിപ്രായമേ അല്ല, കാണാതിരിക്കാനുള്ളൊരു കാരണമേ അല്ല. കാരണം ഈ സിനിമ നമുക്ക് ശരിക്കും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് ഫാമിലി ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് സിനിമ ഫീൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ ഇതിൻ്റെ താഴത്തൊരു കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. ആൻഡ് അടുത്തൊരു സിനിമയുടെ വീഡിയോ ആയിട്ട് കാണാൻ വരെ കാണാം. ബൈ ബൈ.